ദുബൈയിലേക്കാണ് ഫുജൈറയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ വച്ചിരുന്നത്. റഹീസ്, ദുബൈക്ക് നേരെ അല്ലെങ്കിൽ UAE-ക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ഗോകുൽ, ഇന്നലെയും UAE കേന്ദ്രീകരിച്ച് ആക്രമണമുണ്ടായി. ഇന്നലെ രാത്രിയും ഒക്കെ ഇറാന്റെ ആക്രമണം UAE-യിൽ ശക്തമായി ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഇന്നലെയും ആക്രമണമുണ്ടായി. ഇത് ഏതാണ്ട് 4ാം തവണയാണ് ഈ ഇറാന്റെ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഈ ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിലേക്കുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായിട്ട് കൃത്യമായി അതോറിറ്റി സ്ഥിരീകരിച്ചു പറയുന്നുണ്ട്. ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത്. ജോർദാൻ സ്വദേശിക്കാണ് പരിക്കേറ്റത്. എന്തായാലും അവിടെ തീ പൂർണ്ണമായും അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും പുതുതായിട്ടുള്ള വിവരങ്ങൾ വരുന്നത് ദുബായ് മറീന ഒപ്പം തന്നെ അൽസുഫു മേഖലകളിലും ആക്രമണ ശ്രമം ഉണ്ടായി. ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചു. വലിയ ഉഗ്ര ശബ്ദങ്ങളൊക്കെയും ഈ മേഖലയിലുള്ള ആളുകൾ കേട്ടിരുന്നു. അത് ഏതാണ്ട് പുലർച്ചെ ഒരു 1.5 മണിക്കൂർ മുൻപാണ്. UAE സമയം ഏതാണ്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ ശബ്ദമുണ്ടായത്. ആ ശബ്ദം പ്രതിരോധിച്ച് ഈ പറയുന്ന ഡ്രോൺ ആക്രമണം പ്രതിരോധിച്ചതിന്റെ ശബ്ദമായിരുന്നു എന്നുള്ളത് ദുബായ് മീഡിയ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഈ UAE കേന്ദ്രീകരിച്ചുള്ള ആക്രമണം തുടരുകയാണ്. ഒപ്പം തന്നെ ബഹ്റൈനിൽ ഇന്നലെ രാത്രി ആക്രമണ ശ്രമം ഉണ്ടായി. അവിടെ അലാറം മുഴങ്ങുകയുണ്ടായി, സൈറൺ മുഴങ്ങുകയുണ്ടായി. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ആക്രമണത്തിന്റെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. അത് ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ്. ഒപ്പം ബഹ്റൈൻ ഒപ്പം മറ്റ് ഖത്തറിലായാലും ഇന്നലെ രാത്രിക്ക് ശേഷം ആക്രമണം ഉണ്ടായിട്ടുള്ള പുതിയ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. അത് സാധാരണ രീതിയിൽ ഈ സമയത്തോടനുബന്ധിച്ചൊക്കെ വരാറുള്ളതാണ്. അപ്പോൾ അവിടെ കാര്യമായ ആക്രമണം ഇന്നലെ രാത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിരവധി ഇന്ത്യക്കാർ ഉൾപ്പെടെ UAE-യിൽ അറസ്റ്റിലാകുന്നുണ്ട്. അത് ഈ ആക്രമണം തുടങ്ങിയതിനു ശേഷം വ്യാജ ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ വ്യാജ വിവരങ്ങൾ, മാത്രമല്ല AI വീഡിയോകൾ അതൊക്കെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ആളുകളെ പാനിക്കാക്കി അത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നടന്ന അറസ്റ്റിന് പിന്നാലെ ഇപ്പോൾ 25 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനായി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ 17 പേരും ഇന്ത്യക്കാരാണ് എന്നുള്ള വിവരം കൂടിയുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതിൽ അറസ്റ്റ് തുടരും എന്നുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്.